ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഞങ്ങൾ 6 വർഷത്തോളം പ്രേമിച്ച പെണ്ണിനെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ നല്ല ഓട്ടമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. അപ്പൊ എനിക്ക് എന്റെ ആ കല്യാണത്തിന്റെ ആ മൊമെന്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കിന്ന് എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ദിവസവും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും വെളുപ്പിന് 4 മണി അല്ലെ രാത്രി 3 മണി ഒക്കെയാണ് വരുന്നത്. അപ്പോ ഞാനിന്ന് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിപ്പോ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ എന്റെ ആരാ എന്നിപ്പോ ചോദിച്ചു. ആരാ ഇപ്പൊ ആയല്ലോ. ഇപ്പൊ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഈ ഒരു 6 വർഷത്തെ ജേണി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഇണക്കവും പിണക്കവും സന്തോഷങ്ങളും ഒരുപാട് ടെൻഷൻസും എല്ലാം ഉണ്ടാകും. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സ്നേഹിച്ച പെണ്ണ് അല്ലേ തന്നെയാണ് കെട്ടിയത്. ആ ഒരു നിമിഷം എങ്ങനെയാണ് ശരിക്കും സ്വന്തമാക്കി കഴിഞ്ഞു? ഇപ്പൊ പറഞ്ഞ ഭാര്യയാണ്, ഇനി മുതൽ ഭാര്യയാണ്. ഇപ്പൊ തലേന്ന് ഇന്നലെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു എന്റെ അവസാന നിമിഷങ്ങളാണ് ബാച്ചലർ ലൈഫിൽ. ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ അതിനിടയിൽ ഞാൻ സായിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ തമാശക്ക് പറയുമായിരുന്നു, സിജോ സിംഗിൾ ആണ്, ഞാൻ സിംഗിൾ ആണെന്നൊക്കെ ഞാൻ ഇവർക്ക് കിടക്ക് മെസ്സേജ് അയക്കും, ഞാൻ സിംഗിൾ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ. അപ്പൊ നമ്മുടെ ഇനിയിപ്പോ എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. ഞാൻ ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരു ഇപ്പോ നിങ്ങളെല്ലാരും എന്നെ കാണാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സിജോ ഉണ്ടെങ്കിൽ, നമ്മൾ വലിയ ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ അത് ലിനു വന്നതിന് ശേഷമാണ്. അപ്പോ അത് ലിനു എന്റെ ആദ്യൊരു സുഹൃത്തായിട്ട് വന്നു, പിന്നീട് ഒരു കാമുകിയായിട്ട് വന്നു, ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രാർത്ഥനയോടും ഒരുപാട് ആഗ്രഹത്തോടും നോക്കി കാണുന്നുണ്ട്. എന്റെ മുന്നോട്ടുള്ള ലൈഫിനകത്തും എനിക്ക് ഒരുപാട് സക്സസ് ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് അതും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താ പറയണ്ടേ, ഞങ്ങൾ റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ തലയിട്ട് കഴിഞ്ഞു വന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ വെച്ചിട്ട് സാധ്യത പൊട്ടിക്കും. ഓൾറെഡി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ പരിപാടി കൂടെ നമ്മളിപ്പോ അതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പുതിയൊരു അധ്യായം കൂടെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ അതും ലിനു വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എല്ലാ ക്രെഡിറ്റ്സും എന്റെ ലൈഫിന്റെ സക്സസിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ എപ്പോഴും കൊടുക്കുന്നത് ലിനു തന്നെയാണ്. അതൊന്ന് റിലീവ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഏതാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു അധ്യായം കൂടി വന്നു. പുതിയ അധ്യായത്തിന്റെ കാര്യം കാരണം അവർ അതിന്റെ ആൾക്കാർ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. പോസ്റ്റ് ഒക്കെ ചെയ്തു അല്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് സ്റ്റേജിൽ വെച്ച് അവർ ഒഫീഷ്യലി അത് ചെയ്യുന്ന പറഞ്ഞു. കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം അത് ഞാൻ അങ്ങനെ ആ ഒരു മേഖലയുമായിട്ട് അത്ര പരിചിതമായിട്ടുള്ള ആളോ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളോ, അത്ര കഴിവുള്ള ആളോ അല്ല ഞാൻ. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ. അതെന്താണെന്ന് മാത്രം ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഇപ്പൊ അറിയാം. അത് വലിയ അപ്പോ എന്നെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്റെ കാര്യം കൂടെ പൊട്ടിക്കാം. ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തായാലും ലിനു ഒരുപാട് സന്തോഷം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലിനു ഒരുപാട് എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് ലിനു സൈലന്റ് ആയിപ്പോകും. അതിന് പണ്ടുതൊട്ട് അങ്ങനെയാണ്. അതായത് അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഇപ്പൊ താലി കെട്ടിയ സമയത്ത് ലിനുവിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണ്. അവിടെ വെച്ചിട്ട് കണ്ണ് നിറയുന്നതും അവളിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലിനു കൂടുതൽ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് ലിനു വരുന്നൊരു സന്തോഷം കൂടുമ്പോഴത്തേക്ക് ലിനു ഭയങ്കര സൈലന്റ് ആയി പോകാറുണ്ട്. മേ ബി സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പാണ് നിങ്ങളുടെ പ്രണയം തുടങ്ങിയത്. അതിനുശേഷം ഇത്രയും ആൾക്കാർ അറിഞ്ഞു. പ്രൈവസി ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട് തോന്നുന്നു. അത് ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണോ പ്രൈവസി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ലിനു കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് ലിനു എപ്പോഴും കുറച്ച് ഇപ്പൊ ഞങ്ങളെ ഇപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വ്ലോഗ് ഇടാത്തത്. നമ്മൾ കല്യാണത്തിന്റെ കുറച്ച് മൊമെന്റ്സ് ആണ് നിങ്ങൾ ഇടുന്ന പോലെ നമ്മൾ ഇട്ടിട്ടുള്ളത്. അല്ലാണ്ട് അപ്പോ കാരണം ലിനുവിന് പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും. ലിനുവിന് കുറച്ച് കമന്റ് ഒക്കെ നോക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെയല്ല, എനിക്കത് കുഴപ്പമില്ല. പക്ഷെ ലിനുവിന് ആ കാര്യത്തിലൊക്കെ ഇത്തിരി ഇതുള്ള ആളാണ്. ഇപ്പൊ പാക്കേജിൽ എങ്ങനെയാണ് ഹണിമൂൺ ട്രിപ്പ് എവിടെയാണ്? ഹണിമൂൺ ഞങ്ങൾ ഓൾറെഡി 11-ാം തീയതി പോകും. ഞങ്ങൾ 11-ാം തീയതി കാശ്മീർ പോകുന്നുണ്ട്. 11-ാം തീയതി അതാണ് ആദ്യത്തെ യാത്ര അങ്ങോട്ടാണ്. പിന്നീട് ഞങ്ങൾ ഒരെണ്ണം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സായി സ്നേഹ ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു യാത്ര പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ
ഇപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ നിങ്ങൾ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സുഹൃത്ത് ചിലപ്പോൾ സായി സ്നേഹമായിരിക്കാം. കാരണം എപ്പോഴും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഓൾറെഡി ഞങ്ങൾ കാരണം ഒരാഴ്ചയായിട്ട് അവനോട് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞോടാ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടാമത്തെ യാത്ര ഞങ്ങൾ നാലുപേരും കൂടെ ആയിരിക്കാം പോവുക. അങ്ങനെ കല്യാണത്തിന് ശേഷം ലിനുവിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസോ? ലിനു പ്ലേസ് അല്ല, ലിനു ഇതുവരെ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടില്ല ലൈഫിൽ ഇതുവരെ. അതായത് ഇതുവരെ അവള് തിയേറ്ററിൽ 9 മണിക്കുള്ള ഷോ, 9 മണിക്കുള്ള ഷോ, ആ സമയം കഴിഞ്ഞിട്ടുള്ള ഷോ കണ്ടിട്ടില്ല. എനിക്ക് 6 മണിക്കും പോയിട്ടില്ല. 6 പോയിട്ടുണ്ട്. എന്റെ ഭാര്യയാണ്. അങ്ങനെയല്ല അതെ ഇടപെടണോ? വേണ്ട, തൽക്കാലത്തിന് വിട്ടിരിക്കുന്നു. എടാ അങ്ങനെയല്ല. ഇപ്പൊ അവരുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊരു 8-8:30 ആകുമ്പോഴത്തേക്കും അവര് കാരണം ഇതിന്റെ പപ്പയും മമ്മിയും ലിനുവാണ് ഇപ്പൊ വീട്ടിലുള്ളത്. ചേച്ചി പലരുടെയും പുറത്താണ്. അപ്പൊ അവര് രാത്രി ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പപ്പയ്ക്ക് രാവിലെ 6 മണിക്ക് പപ്പയുടെ ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ അവർക്ക് സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല. അപ്പോൾ ലിനുവിന്റെ ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യമാണ് നമുക്ക് രാത്രി ഒരു സിനിമയ്ക്ക് പോകണമെന്നുള്ളത്. ലൈക്ക് അപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മള് അവിടെ ആദ്യം രാത്രിയുള്ള സിനിമ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നാളെ പോവാ അല്ലെങ്കിൽ മറ്റന്നാൾ പോവാ. അങ്ങനെ പിന്നെ കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഇനിയിപ്പോ ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യണം. ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി ഞങ്ങൾ 2 തവണ ഞാൻ ട്രൈ ചെയ്തു ലാലേട്ടനെ ഒന്ന് നേരിട്ട് കല്യാണത്തിന് മുമ്പ് മീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ബറോസിന്റെ റിലീസ് വന്ന സമയത്ത് ലാലേട്ടൻ നല്ല തിരക്കായി പോയി. അപ്പൊ ലാലേട്ടൻ അതിന്റെ ഇടയ്ക്ക് ഹരിപുരമായിട്ട് നമുക്ക് ലാലേട്ടനെ പോയി കാണുക എന്നുള്ളതല്ലോ, അദ്ദേഹത്തിന്റെ സമയം കൂടെ നോക്കണ്ടേ. അപ്പൊ ഇന്ന് അമ്മയുടെ ഫാമിലി മീറ്റപ്പ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ട്രിപ്പിലുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് പറയാൻ സാധിച്ചു ലാലേട്ടൻ ട്രിപ്പിലായിരുന്നു. അപ്പൊ എന്തായാലും ലാലേട്ടനെ ഉറപ്പായിട്ടും പോയി കാണും. 100% ലാലേട്ടൻ ഉറപ്പായിട്ടും ഞാൻ പോയി കാണും. അതിപ്പോ ഏത് വഴിയിലാണെങ്കിലും ലാലേട്ടൻ, കാരണം ഞാൻ കട്ട ലാലേട്ട ഫാനാണ്, ഇത് ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് ലാലേട്ടൻ പോയി കാണും. പലതും തുടങ്ങുന്നുണ്ട് ആലോചിച്ചു. അപ്പം ഇത്രയും നാളും കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഞങ്ങൾ ഇത്രയും നാളും കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായപ്പോ ഞാൻ എങ്ങനെയാണ് ഇമോഷണലായിപ്പോയി. ഞാൻ പറയും കമന്റ് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും തീർച്ചയായിട്ടും ഉണ്ടാവും. സോഷ്യൽ മീഡിയ ലൈഫ് എപ്പോഴും അങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ കമന്റ്സിന് അങ്ങനെ ഒരുപാട് ബോധപ്പെടാനുള്ള ആവശ്യമില്ലെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് ലിനുവിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അവർക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, ആ വ്യക്തിത്വം കമന്റ് നോക്കുന്ന ആളാണ്. പിന്നെ അതൊക്കെ എന്റെ സ്വഭാവം നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനൊന്നുമില്ല. കമന്റ്സ് ഒക്കെ ഇതിന്റെ ഒക്കെ ഭാഗമല്ലേ, അത് നമ്മൾ നോക്കണ്ട. അവരുടെ കാര്യം പറയുന്നു, നമ്മൾ നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതല്ലേ. നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കുക, മുന്നോട്ട് നന്നായിട്ട് പോകുക എന്നുള്ളതാണ് ആ രീതി.